എലിസബത്തുമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് തന്റെ മുറപ്പെണ്ണു കൂടിയായ കോകിലയെ ബാല വിവാഹം കഴിച്ചത്. താനും കോകിലയും തമ്മിൽ ഏറെ പ്രായ വ്യത്യാസമുണ്ടെന്നും ഒരിക്കലും മുൻപ് കോകിലയോട് തനിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലെന്നും വിവാഹത്തിന് പിന്നാലെ ബാല പറഞ്ഞിരുന്നു. കോകില തന്നെ ചെറുപ്രായം മുതൽ അഗാധമായി സ്നേഹിച്ചു. ആ സ്നേഹം തിരിച്ചറിഞ്ഞതിനാലാണ് അവളെ വിവാഹം കഴിച്ചത്. ജീവിതത്തിൽ താൻ ഏറ്റവും ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരു അവസ്ഥയിലാണ് കോകില തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും ഇപ്പോൾ അവളാണ് തന്റെ എല്ലാമെന്നും ബാല പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ കോകിലയെക്കുറിച്ച് കൂടുതൽ തുറന്നു സംസാരിക്കുകയാണ് ബാല. തന്നെ ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴടക്കം ചിരിയോടെയാണ് അവൾ നേരിട്ടതെന്ന് ബാല പറഞ്ഞു. കോകിലയെക്കുറിച്ച് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ജീവിതത്തിൽ മറ്റൊരാളെ അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ച് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതുപോലെ ഒരു അമ്മയുടെ വാത്സല്യമാണ് ഭാര്യയായ കോകിലയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിനെ നോക്കുമ്പോൾ കാമമോ പ്രേമമോ എനിക്ക് വരില്ല. അതെല്ലാം ഇവൾ എനിക്ക് തന്നു. തെറ്റ് ചെയ്യാതിരിക്കാൻ ആണുങ്ങൾക്ക് മേൽ നിയന്ത്രണം വെക്കണമെന്ന് പറയുമല്ലോ, അങ്ങനെ വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം തെറ്റ് ചെയ്യണമെങ്കിൽ അവൻ തീർച്ചയായും ചെയ്യും. ആണായാലും പെണ്ണായാലും നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ വേറെ ആരുമായെങ്കിലും ബന്ധം ഉണ്ടാകണ്ടേ എന്ന് തോന്നിയാൽ ഒരിക്കലും വേറൊരു ബന്ധം സംഭവിക്കില്ല. കല്യാണത്തിന് ശേഷമാണ് കോകിലയുടെ ഡയറി ഞാൻ കാണുന്നത്. അവളുടെ കൈയെഴുത്തിലെ വ്യത്യാസങ്ങൾ തന്നെ അവർ എപ്പോൾ ആ ഡയറി എഴുതി തുടങ്ങിയെന്ന് മനസ്സിലാകും. നമ്മൾ എപ്പോഴാണ് കണ്ടുപോയത് എന്നതൊക്കെ അവൾ അതിൽ എഴുതിവിട്ടുണ്ട്. എനിക്ക് കോകിലയിൽ എല്ലാം ഇഷ്ടമാണ്. കോകില സിനിമ നടിയോ ഗായികയോ വലിയ നീളമുള്ള ആളോ ഒന്നുമല്ല, തടിയുള്ള സ്ത്രീയാണ്. പക്ഷേ അവൾ തന്നെയാണ് എനിക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ. ഞാൻ ചെറിയ വയസ്സ് തൊട്ട് കോകിലയെ കാണുന്നുണ്ട്. എന്നാൽ ഒരിക്കലും അങ്ങനെയൊരു തോന്നൽ അവളോടുണ്ടായിട്ടില്ല. ജീവിതത്തിൽ എനിക്ക് തുണ വേണമെന്ന് തോന്നിയൊരു സമയമുണ്ട്. അപ്പോഴാണ് അമ്മ പറയുന്നത് അവൾ നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് എനിക്ക് കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്, വേണ്ടെന്ന്. എന്നാൽ ഞാൻ എന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. ഞാൻ കോകിലയെ മറ്റൊരു രീതിയിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഇടപെട്ട് നോക്കൂ, മനസ്സിലാകും എന്നാണ്. അങ്ങനെ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കാതൽ, കാമം, നടപ്പ് എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു. ഇതെല്ലാം ഒരു ഇടത്തു നിന്ന് ലഭിക്കുമ്പോൾ വീട് ഒരു സ്വർഗമാകും. ശരിയായ സമയത്ത് ശരിയായ ആളിനെ ശരിയായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം ശരിയാകും. ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഹണിമൂൺ പോയിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ. അതിനോടകം തന്നെ ആളുകൾ ചോദിക്കുന്നത് എപ്പോഴാണ് കുട്ടികൾ ആകുക എന്നതാണ്. ഞാൻ അവൾക്കും അവൾക്ക് ഞാനും തന്നെയാണ് കുട്ടികൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു. ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതാണെന്നൊക്കെ തെറ്റായ വാർത്തകൾ വന്നിരുന്നു. അവൾ ഇപ്പോൾ അമേരിക്കയിലാണ്. 2 കുട്ടികളുണ്ട്. അടുത്തിടെ എന്നെ വിളിച്ചിരുന്നു. ആദ്യം ഞാൻ ഫോൺ കൊടുത്തത് കോകിലയ്ക്കാണ്. ഇപ്പോൾ അവർ രണ്ടും നല്ല സുഹൃത്തുക്കളാണ്. അമേരിക്കയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി എന്നെ 8 വർഷം മുമ്പ് പ്രപ്പോസ് ചെയ്തിരുന്നു. അവർ 8 വർഷത്തിന് ശേഷം എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നു. തൃശ്ശയെ പോലെയാണ് കാണാൻ. അവർ എൻ്റെ മറ്റൊരു വീട്ടിലാണ് വന്നത്. വീണ്ടും വന്നത് വീണ്ടും എന്നെ പ്രപ്പോസ് ചെയ്യാനാണ്. വീട്ടിൽ CCTV ഉണ്ട്. ഈ ദൃശ്യങ്ങൾ CCTVയിലുമുണ്ട്. ദൂരെ നിന്ന് അവർ മെല്ലെ മെല്ലെ അടുത്തു വന്നു. ദേഹത്ത് കൈവച്ചു. ബാലചേട്ട എന്ന് വിളിച്ചു. ഇതിനിടയിൽ കോകില മുറിയിൽ നിന്ന് വന്നു. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാമ പൊണ്ണ് ആണെന്ന്. ഓ, കഴിഞ്ഞ ദിവസം വന്നതാണോ എന്ന് ചോദിച്ചു. അല്ല, കുറേയായി അവർ ഇവിടെ കഴിയുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതോടെ മുഖം വല്ലാതെയായി. തനിക്ക് വല്ല സാധ്യതയും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനെയൊരു പെൺകുട്ടിയൊക്കെ വന്നാൽ എന്തായിരിക്കും ഭാര്യമാരുടെ പ്രതികരണം? അവർക്ക് ദേഷ്യം വരില്ലേ? എന്നാൽ കോകില ചിരിച്ചാണ് അതിനെ കൈകാര്യം ചെയ്തത്. ഇതുവരെ എൻ്റെ ഫോണിന് ഒരു പാസ്വേഡ് പോലും ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ ഫോൺ തന്നെ കോകിലയുടെ കയ്യിലാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം അവളാണ് നോക്കുന്നത്. ഞാനും ഒരു കാലഘട്ടത്തിൽ എല്ലാം കടന്നു വന്ന ആളാണ്. ഞാൻ ഒരു ഗാന്ധിയൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി. അതേസമയം ബാലയുടെ പുതിയ അഭിമുഖത്തിന് താഴെയും നടനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ബാല മാധ്യമങ്ങൾക്ക് മുമ്പിൽ അഭിനയിക്കുകയാണെന്നും ലൈംലൈറ്റിൽ നിൽക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ചിലരുടെ വിമർശനം. 3 വിവാഹം കഴിച്ചയാളാണ് ബാലയെന്നും മുൻ ഭാര്യമാരെക്കുറിച്ച് ഇതൊക്കെ തന്നെയാണ് ഇയാൾ പറഞ്ഞിരുന്നതെന്നും ചിലർ വിമർശിക്കുന്നു. ആ 3 സ്ത്രീകളെയും ഇയാൾ ചതിച്ചു, എന്നിട്ടാണ് ഇത്തരത്തിൽ വന്ന് സംസാരിക്കുന്നതെന്നും കമന്റിൽ ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ബാലയുടെ 2ാം ഭാര്യയായ എലിസബത്ത് നടത്തിയ ചില വെളിപ്പെടുത്തലിന് പിന്നാലെ ബാലയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. തന്റെ യൂട്യൂബ് ചാനലിലൂടെ ബാലയിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് മുൻ ഭാര്യ എലിസബത്ത് വിവരിച്ചു.
താൻ കൂടെയുള്ളപ്പോൾ തന്നെ നിരവധി സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയിരുന്നുവെന്നും എലിസബത്ത് ആരോപിച്ചിരുന്നു. അമേരിക്കയിൽ നിന്നും ഒരു പെൺകുട്ടി ബാലയെ തേടി വന്നുവെന്നും ആ പെൺകുട്ടി അടക്കമുള്ളവരെ വിവാഹ വാഗ്ദാനം നൽകി ബാല വഞ്ചിച്ചുവെന്നാണ് എലിസബത്ത് ആരോപിച്ചത്. അതേസമയം എലിസബത്തിന്റെ വിവാദ വീഡിയോകൾക്ക് പിന്നാലെ അവർക്കെതിരെ ബാല നിയമ നടപടി സ്വീകരിച്ചിരുന്നു. തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിക്കുന്നതെന്നും അവർ അടിയന്തരമായി മാനസിക ആരോഗ്യത്തിന് ചികിത്സ തേടണമെന്നാണ് ബാല പറഞ്ഞത്. എലിസബത്തിനെ ചിലർ ആയുധമാക്കുകയാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റു ചിലർ കൂടി ഉണ്ടെന്നും ബാല ആരോപിക്കുന്നു.